ജിൻഡോയും അർജുനുമായിരുന്നു നോമിനേറ്റ് ചെയ്യാനായി വന്ന അടുത്ത ടീം. താൻ മിക്ക തവണയും നോമിനേഷനിൽ വരുന്ന ഒരാളാണെന്നും ആ കടമ്പകളെല്ലാം കടന്ന് താൻ ഇവിടെ ഇരിക്കുന്ന ആളാണെന്നും ജിൻഡോ വാദിച്ചു. അതുകൊണ്ട് തന്നെ ജനവിധി എന്താണെന്ന് അർജുൻ അറിയേണ്ടതുണ്ടെന്നും നോമിനേഷൻ ലിസ്റ്റിൽ വരേണ്ട ആളാണെന്നും ജിൻഡോ വാദിച്ചു. ജിൻഡോ ഒരുപാട് തവണ നോമിനേഷനിൽ വരുന്ന ആളായതുകൊണ്ട് തന്നെ ഇത്തവണയും കൂടി നോമിനേഷനിൽ പോയിക്കൂടെ എന്നാണ് അർജുൻ ചോദിച്ചത്. ജിൻഡോയ്ക്ക് എന്താ ഇത്തവണ നോമിനേഷനിൽ പോവാൻ പേടിയുണ്ടോ എന്നും അർജുൻ ചോദിച്ചു. എന്നാൽ തനിക്ക് പേടിയൊന്നുമില്ലെന്നും പക്ഷേ അർജുൻ സേഫായിരിക്കാതെ ജനങ്ങളുടെ ഇടയിൽ പോകണമെന്നുമാണ് ജിൻഡോ വാദിച്ചത്. ഞാൻ എനിക്ക് കിട്ടുന്ന ഒരു അവസരം കളയാൻ താല്പര്യപ്പെടുന്നില്ല എന്നാണ് അർജുൻ പറഞ്ഞത്. അർജുനെ ഇവിടെയുള്ളവർ നോമിനേഷൻ ലിസ്റ്റിൽ ഇടാത്തതിന്റെ കാരണം അർജുൻ നല്ലൊരു ഗെയിമർ അല്ലാത്തത് കൊണ്ടാണെന്ന് ജിൻഡോ വാദിച്ചു. ഞാൻ നല്ല ഗെയിമർ അല്ലാത്തത് കൊണ്ടല്ല, എന്നെ നോമിനേറ്റ് ചെയ്യാത്തത് എന്റെ മിടുക്കാണെന്നുള്ള രീതിയിൽ അർജുനും വാദിച്ചു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൺവിൻസ്ഡ് ആയില്ല. അതുകൊണ്ട് തന്നെ രണ്ടുപേരും നോമിനേറ്റ് ആയി.